മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചി വടുതലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ദമ്പതികളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ക്രിസ്റ്റഫറും മേരിക്കും 50% ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. തീ കൊളുത്തിയ ശേഷം അയൽവാസി ജീവനൊടുക്കിയിട്ടുണ്ട്. വില്യം എന്ന വ്യക്തിയാണ് ജീവനൊടുക്കിയത്. വില്യത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയാരാജ് ചേരുന്നുണ്ട്. വിനയ, ഇന്നലെ രാത്രിയാണ് ഏകദേശം ഈ ഒരു സംഭവം ഉണ്ടായത്. വ്യക്തിവൈരാഗ്യമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ദമ്പതികളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. ഈ ആക്രമണം ചെയ്ത വ്യക്തി വില്യത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഇപ്പോൾ ക്രിസ്റ്റഫറും മേരിയും ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ക്രിസ്റ്റഫറിന് ഏകദേശം 50%-ലധികം പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. മേരിക്ക് 10%-ലേറെയും പൊള്ളലേറ്റിട്ടുണ്ട്. ക്രിസ്റ്റഫറിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊച്ചി വടുതലയിൽ നാടിനെ നടുക്കിയ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അയൽവാസികളായിട്ടുള്ള ദമ്പതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ ഈ അയൽവാസി തന്നെയായിട്ടുള്ള വില്യമാണ് ഈ ഒരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വില്യം സ്വയം ജീവനൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വില്യമിന്റെ ഇൻക്വസ്റ്റ് നടപടികളടക്കം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വില്യമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷമായിരിക്കും വില്യമിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. ഈ കൊലപാതകം നടന്നപ്പോൾ അല്ലെങ്കിൽ ഈ കൊലപാതക ശ്രമം നടന്നപ്പോൾ തന്നെ ഈ നേരത്തെ ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അതിർത്തി തർക്കം മൂലമാണ് വില്യം ഇത്തരത്തിൽ ദമ്പതികളെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതെന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. അതിനുശേഷം പിന്നീട് നാട്ടുകാരുമായി സംസാരിച്ചപ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ അടക്കം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് വില്യം എന്ന് പറയുന്ന ഈ വ്യക്തി സ്ഥിരം പ്രശ്നക്കാരനാണെന്നും നാട്ടുകാർക്ക് മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് ഈ വില്യം എന്നുമായിരുന്നു നാട്ടുകാരുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ മാലിന്യങ്ങൾ മറ്റു വീടുകളിലേക്ക് വലിച്ചെറിയുന്നതും അടക്കം തന്നെ വില്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ ഒരു CCTV ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് വില്യമിനെ കൂടുതൽ പ്രകോപിതനാക്കിയതെന്നാണ് അല്ലെങ്കിൽ പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വില്യമിന്റെ മേലെ നിരവധി കേസുകൾ നേരത്തെ തന്നെ ഉണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം സഹോദരന്റെ മകനെ തലക്കടിച്ചതിന് മുൻപ് പോലീസ് അടക്കം തന്നെ കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് സഹോദരൻ അടക്കം തന്നെ വീട് മാറി പോയിട്ടുണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിരവധി തവണ പരാതികൾ ഉയരുകയും പോലീസും സമീപവാസികളും ജനപ്രതിനിധികളും അടക്കം തന്നെ ഇടപെട്ട ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനുശേഷവും വില്യം ഇതേ അവസ്ഥ തന്നെയാണ് തുടരുന്നതെന്നാണ് അവരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും ഈ വില്യമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം തന്നെ ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റഫറിന്റെയും മേരിയുടെയും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി വടുതലയിലുള്ള വീട്ടിലെത്തി മറ്റു തെളിവെടുപ്പും മറ്റും നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി വിനയ, വ്യക്തമാണ്. കൊച്ചി വടുതലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ദമ്പതികളുടെ നില അതീവ ഗുരുതരമായി തുടർന്നു. റിപ്പോർട്ടർ പറയുന്ന വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സമീപത്ത് സ്ഥിരമായൊരു പ്രശ്നക്കാരനാണ് വില്യം എന്നൊരു കാര്യത്തിൽ കൂടി വരുന്നുണ്ട്. അയൽവാസികൾക്ക് ഒരു പൊതുശല്യമായി മാറുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് വില്യം എന്നൊരു കാര്യത്തിൽ കൂടെ വ്യക്തത വരുന്നുണ്ട്. എന്തായാലും ശരീരത്തിൽ 50%-ലേറെ പൊള്ളലേറ്റ നിലയിൽ ക്രിസ്റ്റഫറും മേരിയും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഈ അതിക്രമണം ചെയ്ത വില്യത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിൽ നടക്കും. വിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.